കണ്ണൂർ പാപ്പനശ്ശേരിയിൽ 4 മാസം പ്രായമായ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവ്. കുട്ടിയെ കൊലപ്പെടുത്തിയത് ബന്ധുവായ 12 വയസ്സുകാരി. പെൺകുട്ടി പോലീസിനോട് കുറ്റം സമ്മതിച്ചു. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ഫെലിക്സ്, കൊലപാതകമാണെന്ന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു, ഇപ്പോൾ അത് സ്ഥിരീകരണം വരികയാണ്. ആരാണ് ഈ 12 വയസ്സുകാരി? എന്താണ് ഈ കുഞ്ഞുമായുള്ള ബന്ധം? എന്തിനാണ് കൊന്നത്? ആര്യ, ഇന്നലെ രാത്രിയാണ് ഈ തമിഴ്നാട് സ്വദേശികളുടെ ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണാതാവുന്നത്. പിന്നീട് തെരച്ചിലിൽ ഈ കോട്ടയത്ത് തൊട്ടപ്പുറത്തുള്ള കിണറ്റിനുള്ളിൽ ഈ പെൺകുട്ടിയെ മറ്റു നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ സമയം ഈ വീട്ടിൽ ഈ കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ മകളായ ഈ 12 വയസ്സുകാരിയും ഉണ്ടായിരുന്നു. ഈ 12 വയസ്സുകാരി പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്. അതായത് ഈ ശൗചാലയത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഈ കുഞ്ഞിനെ കണ്ടില്ല എന്നതായിരുന്നു നൽകിയ മൊഴി. പിന്നീട് ഇത് പോലീസ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ കുഞ്ഞ് തന്നെ, അതായത് 12 വയസ്സുകാരിയ കുഞ്ഞ് തന്നെയാണ് ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ കൊണ്ട് ഇട്ടത് എന്ന കുറ്റസമ്മതം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതായത് പോലീസ് പറയുന്നത് ഈ മാതാപിതാക്കൾക്ക് വളരെ കാലത്തിന് ശേഷമാണ് ഈ 4 മാസം ഈ കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ സഹോദരന്റെ മക്കൾ ഇവർക്കൊപ്പമാണ് ഏറെ കാലമായി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു കുഞ്ഞ് വന്നപ്പോൾ കൂടുതൽ സ്നേഹം ഈ കുഞ്ഞിനോട് തോന്നി. അതിൽ ആണ് ഈ 12 വയസ്സുകാരിക്ക് വിഷമം തോന്നുകയും പിന്നീട് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് ആ കുഞ്ഞിനെ നയിക്കുകയും ചെയ്തത്, അല്ലെങ്കിൽ ഒരു പ്രേരണയായ ഘടകം എന്നതാണ് ഇപ്പോൾ പോലീസിന് നൽകിയ മൊഴിയിൽ നിന്ന് വ്യക്തമായത്. നേരത്തെ തന്നെ ഈ കുടുംബത്തിലെ ആരെങ്കിലുമാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. കാരണം മറ്റാരും ഇത് നടത്താൻ സാധ്യതയില്ല എന്നൊരു. ഈ 12 വയസ്സുകാരി കുറ്റം പോലീസിന് മുന്നിൽ സമ്മതിക്കുകയായിരുന്നോ? തീർച്ചയായിട്ടും വിശദമായ ചോദ്യം ചെയ്യൽ രാവിലെ തന്നെ നടത്തിയിരുന്നു. പോലീസിന് അത് സംബന്ധിച്ച സംശയമുണ്ടായിരുന്നു. ആ സംശയത്തിനൊടുവിലാണ് ഈ കുഞ്ഞു തന്നെ, അതായത് 12 വയസ്സുകാരിയായ പ്രതിയായ കുഞ്ഞു തന്നെ ഇക്കാര്യം പോലീസിനോട് ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത്. അതായത് താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ കൊണ്ടിട്ടത് എന്ന് ഈ 12 വയസ്സുകാരി സമ്മതിക്കാനുണ്ടായത്. നേരത്തെ തന്നെ ഈ 12 വയസ്സുകാരി പോലീസിന് മൊഴി നൽകിയിരുന്നു. താൻ രാത്രി ശൗചാലയത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഈ കുഞ്ഞിനെ കാണാതായത് എന്നതാണ് ഈ പോലീസിന് നൽകിയ മൊഴി. അപ്പോൾ ആ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു. അപ്പോഴാണ് കുഞ്ഞു തന്നെ താനാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കിണറ്റിലിട്ടത് എന്ന. ഈ ഒരു 12 വയസ്സുകാരുടെ മൊഴിയിൽ പോലീസിനൊരു സംശയം ഉണ്ടായിരുന്നല്ലേ ഫെലിക്സ്? തീർച്ചയായിട്ടും പോലീസിന് അക്കാര്യത്തിൽ ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. കാരണം മറ്റാരും, അതായത് ഈ കുഞ്ഞിന്റെ പിതാവിനെയും അമ്മയെയും വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ അവർ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അല്ലെങ്കിൽ തങ്ങളല്ല ഇത് ചെയ്തത് എന്ന് ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസിന് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കുറ്റം സമ്മതിക്കാൻ ഉള്ള ആളുകളാണ് ഈ അമ്മയും അല്ലെ അച്ഛനും എന്നവർ കണ്ടിരുന്നു. പക്ഷേ അത്തരമൊരു സംഭവം ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ 12 വയസ്സുകാരിയായ കുഞ്ഞിലേക്ക് തന്നെയാണ് അന്വേഷണം നീണ്ടത്. ഏറ്റവും ഒടുവിൽ ആ കുഞ്ഞ് തന്നെ കുറ്റം സമ്മതിക്കുകയുണ്ടായത്. കണ്ണൂർ ACP രത്നകുമാറാണ് ഈ കുഞ്ഞിനെയും അമ്മയെയും വിശദമായി ചോദ്യം ചെയ്തത്. അങ്ങനെ ചോദ്യം ചെയ്യുന്നൊടുവിലാണ് ഈ കുഞ്ഞ് തന്റെ കുറ്റം സമ്മതിച്ചത്. ഏതായാലും ഈ കുഞ്ഞ് ഏതാണ്ട് 1 മാസത്തോളമായി ഇവർക്കൊപ്പമാണ്. അതായത് ഇപ്പോൾ മരിച്ച കുഞ്ഞിന്റെ അച്ഛന്റെ അനിയന്റെ കുഞ്ഞാണ് ഈ പ്രതിയായ 12 വയസ്സുകാരി. അപ്പോൾ ഇവർക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ മരിച്ച 4 മാസം പ്രായമുള്ള കുഞ്ഞാണ് അവർക്ക് ഉണ്ടായത്. അപ്പോൾ കൂടുതൽ സ്നേഹം ഇവർക്ക് ആ കുഞ്ഞിനോടാണ് എന്ന് മനസ്സിലാക്കിയാണ് ഈ 12 വയസ്സുകാരി ഈ ഒരു കൊലപാതകത്തിലേക്ക് പോയത് എന്നതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും വിശദമായ പോലീസ് അന്വേഷണം സംബന്ധിച്ച് നേരത്തെ തന്നെ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഒരേ ഒരാളാണ് ഈ പ്രതി എന്ന നിലയിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി ഒരു 9:30 ഈ കുഞ്ഞിനെ, അമ്മയ്ക്കൊപ്പം കിടത്തിയായിരുന്ന കുഞ്ഞിനെ ഈ 12 വയസ്സുകാരി എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. വലിയ ആശങ്കയോടെയാണ് കേരളം ഈ വാർത്ത കേട്ടത്. തമിഴ്നാട് സ്വദേശികളുടെ 4 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെയാണ് ഇന്ന് കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ അതിൽ
അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കൊന്നത് ബന്ധു തന്നെയാണ്. 12 വയസ്സുകാരിയായ ബന്ധു തന്നെയാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് എന്നുള്ള വിവരം. ആ കുഞ്ഞ് തന്നെ, ആ 12 വയസ്സുകാരി പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഈ സഹോദരന്റെ, അതായത് ഈ 4 മാസം ഈ തമിഴ്നാട് സ്വദേശിയുടെ സഹോദരന്റെ മകളാണ് ഈ 12 വയസ്സുകാരി. ഏറെക്കാലമായി ഇവരുടെ കൂടെയാണ് താമസിച്ചു വന്നിരുന്നത്. അപ്പോൾ പുതിയ ഒരു സ്വന്തമായ ഒരു കുഞ്ഞുണ്ടായപ്പോൾ സ്വാഭാവികമായും തന്നോടുള്ള സ്നേഹം കുറഞ്ഞു എന്നുള്ള ഒരു വിഷയത്തിലാണ് ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. കുട്ടി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെലിക്സ്, ഇത് ഈ കുറ്റം സംബന്ധിച്ചു ഈ കാര്യങ്ങൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ 12 വയസ്സുകാരി എപ്പോഴാണ് ഈ കൊലപാതകം നടത്തിയത്, എങ്ങനെയാണ് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ടോ? ആ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഫെലിക്സ്? ആര്യ, ഇന്നലെ രാത്രി ഒരു 11 മണിയോട് കൂടിയാണ് ഈ കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതി കുഞ്ഞിന്റെ അമ്മ ഈ അച്ഛനോട് പറയുന്നത്. അങ്ങനെയാണ് പോലീസിൽ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ അന്വേഷിക്കുകയും ഇങ്ങനെ ഈ കുഞ്ഞിനെ ഈ കിണറ്റിനുള്ളിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ പോലീസിന് സംശയം തോന്നി. പോലീസ് ഈ വീട്ടിലുണ്ടായിരുന്നു, അതായത് ഈ കുഞ്ഞിനെ കാണാതാകുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നത് ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഒപ്പം തന്നെ ഈ സഹോദരങ്ങളുടെ 2 മക്കളുമാണ്. അതിൽ ഒരു കുഞ്ഞാണ് പറഞ്ഞത്, പോലീസിന് ഇങ്ങനെ മൊഴി കൊടുത്തത്, താൻ ഇങ്ങനെ മൂത്രമൊഴിക്കാനായി ശൗചാലയത്തിൽ പോയതിന് ശേഷം തിരികെ വരുമ്പോഴാണ് ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണാതായത് എന്ന മൊഴി ആ കുഞ്ഞ് തന്നെ പോലീസിന് നൽകി. അപ്പോൾ പോലീസിന് സംശയം തോന്നി. പിന്നീടാണ് പോലീസ് വിശദമായ പരിശോധന നടത്തിയപ്പോൾ ആ കുഞ്ഞ് തന്നെ പറഞ്ഞത് താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ ഇട്ടത് എന്ന കുഞ്ഞ് തന്നെ, അതായത് ഈ പറയുന്ന 12 വയസ്സ് പ്രായമുള്ള കുട്ടി തന്നെ പോലീസിന് മൊഴി നൽകുന്നത്. അങ്ങനെ കുട്ടി തന്നെ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തമിഴ്നാട് സ്വദേശികളാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസിന് അപ്പോൾ തന്നെ, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സാണ്. അപ്പോൾ പോലീസിന് ആദ്യം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഫെലിക്സ് അവിടേക്ക് ചെന്നിരുന്നല്ലോ, ഈ അയൽവാസികളോടൊക്കെ സംസാരിച്ചിരുന്നല്ലോ. ഈ 12 വയസ്സുകാരിയുടെ പെരുമാറ്റത്തിൽ അടുത്തിടെ ഇപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റമുള്ളതായൊക്കെ അവർ പറഞ്ഞിരുന്നോ അവരോട് സംസാരിച്ചപ്പോൾ? ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ, ആ സമയത്ത് ഉണ്ടായിരുന്നവർ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് ഒരു പക്ഷേ ഈ 12 വയസ്സുകാരിയാകാം ഈ കൊല്ലത്തിന് കാരണം ആ കുഞ്ഞ് വളരെ പരിഭ്രാന്തരായിരുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിന് വലിയ ആശങ്കയും മുഖത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞാകാം ഒരുപക്ഷെ പ്രതി എന്ന രീതിയിൽ നാട്ടുകാർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തും ആ സംശയം എത്തിയിരുന്നു. കാരണം ഈ കുഞ്ഞ് തന്നെയാണ് മൊഴി നൽകിയത്, താനാണ് ഈ മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് അല്ലെങ്കിൽ ശൗചാലയത്തിൽ പോയ സമയത്ത് പോയി തിരികെ വന്നപ്പോൾ ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന് മൊഴി നൽകിയത്. അപ്പോൾ തന്നെ ഈ 12 വയസ്സുകാരിയിലേക്ക് സംശയം എത്തിയിരുന്നു. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 1 മാസം മാത്രമാണ് ഇപ്പോൾ ഇവർക്കൊപ്പം ഈ കുടുംബത്തോടൊപ്പം ഈ കുഞ്ഞിനെ ഇപ്പോൾ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നേരത്തെ ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നു. ഇവർക്ക് വളരെ വൈകിയാണ് ഈ കുഞ്ഞ്, ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഇപ്പോൾ, അത് വൈകിയാണ് ജനിച്ചത്. അതിന് മുൻപ് തന്നെ ഈ പറയുന്ന പ്രതിയായ കുഞ്ഞിനെ ഇവരാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ തനിക്ക് കിട്ടുന്ന ശ്രദ്ധ ഇപ്പോൾ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന പരിഗണന കുറഞ്ഞു എന്ന സംശയത്താലാണ് ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. എന്നാലും നേരത്തെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറെ തിങ്ങി പാർക്കുന്ന ഒരു ഇടമാണെങ്കിൽ കൂടി അവരിലേക്കൊന്നും സംശയം പോലീസിന് പോയിരുന്നില്ല. നേരിട്ട് ഈ കുഞ്ഞ് തന്നെ ഈ കൊലപാതകം നടത്തിയതാകാം എന്ന സംശയം പോലീസിനുണ്ടായത്. ഇതിൽ വിശദമായ പോലീസ് ചോദ്യം ചെയ്യലാണ് ഈ കുഞ്ഞ് തന്നെ ഇക്കാര്യം സമ്മതിച്ചത്. അമ്മയും അച്ഛനും ഒപ്പം കിടന്നുറങ്ങിയ കുഞ്ഞിനെയാണ് ഈ 12 വയസ്സുകാരി എടുത്തുകൊണ്ടുപോയി. മുത്തുവിനും അക്കമ്മയ്ക്കും ഈ കുഞ്ഞിന്റെ സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലും മാറ്റമുള്ളതായി തോന്നിയിരുന്നോ? അവര് ഈ അയൽവാസികളോടൊക്കെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തിരുന്നോ? അങ്ങനെ ഒരു മൊഴി ആ കുടുംബം നൽകിയതായി നമുക്ക് വ്യക്തമല്ല. കാരണം ഈ കുടുംബത്തിന് ഈ കുഞ്ഞിനെ സംശയമുണ്ടായിരുന്നില്ല. കാരണം 12 വയസ്സ് മാത്രമുള്ള ഒരു പ്രായമുള്ള കുഞ്ഞാണ്, അവരാണിപ്പോൾ പ്രതിയായിട്ടുള്ളത്. അപ്പോൾ ആ കുഞ്ഞിനെ ഒരു തരത്തിലും സംശയം തോന്നിയിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന പലതവണ, അതായത് മൊഴികളടക്കം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴികളിൽ നിന്നാണ് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും കുടുംബത്തിന് യാതൊരു തരത്തിലുള്ള സംശയം തോന്നിയിരുന്നില്ല എന്നതാണ്. കാരണം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ്, ഏറെക്കാലം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യും എന്ന് അവർ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല.
നമ്മൾ പോലീസ് സ്റ്റേഷൻ പോയ സമയത്തും ഈ കുഞ്ഞിന്റെ പിതാവിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന്റെ പിതാവ് താനല്ല ഇത് ചെയ്തതെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ തന്നെ പോലീസിന് കൃത്യമായ ഒരു സൂചന ലഭിച്ചിരുന്നു. ഈ പിതാവല്ല ഇത് ചെയ്തത് എന്ന്. മാതാവിനെയും ചോദ്യം ചെയ്തു. മാതാവും തങ്ങളല്ല ഇതിന് പിന്നിലെന്ന് പറയുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ഈ 12 വയസ്സുകാരിയായ ഈ കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധുവാണ്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ മകളാണ് ഇത് ചെയ്തത്, ഈ കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ആ കുഞ്ഞ് തന്നെ അക്കാര്യം വേറെ ചോദ്യം ചെയ്യലൊന്നും വേണ്ടി വന്നില്ല. കുഞ്ഞ് തന്നെ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. ശരി, വളരെ ദാരുണമായ സംഭവമാണ്. സ്നേഹം കുറഞ്ഞു, തന്നോടുള്ള സ്നേഹം, പുതിയൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നോടുള്ള സ്നേഹം കുറഞ്ഞു എന്നുള്ള ഒരു കാരണത്താലാണ് ബന്ധുവിനെ വെറും 4 മാസം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുന്ന വിവരം. ഈ കുട്ടി പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കുട്ടി തന്നെ കുറ്റസമ്മതം നടത്തി. അങ്ങനെയാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത്. തമിഴ്നാട് സ്വദേശികളുടെ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.